നല്ല അടിപൊളി ഒരു വട്ടമായിരുന്നു. രക്ഷയില്ലാത്ത മീനാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാ ഇരുമ്പൻതുറയാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടി ഇതാ വന്നേക്കാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ പാറമടയിലാണ് വല വീശാൻ പോകണം. അപ്പോൾ ഇതാ വലയൊക്കെ എടുത്ത് നൂത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വല അടിക്കാൻ പോകണം. നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വലയാണ്. ഫസ്റ്റ് വല അടിച്ചു, ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മീനിനെ കിട്ടി, പേരൊന്നും അറിഞ്ഞുകൂടാത്ത. അപ്പോൾ രണ്ടാമത്തെ വല ഇതാ റിസ്ക് എടുത്ത് പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതാ ഇറങ്ങി നിൽക്കുകയാണ്. വെയിലടിക്കുന്നതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആവുന്നില്ല. എന്നാലും വീഡിയോ കാണാതിരിക്കരുത്, കണ്ടുകൊണ്ട് അഭിപ്രായം പറയുക. ഇതാ വലയൊക്കെ കുരുക്കം നൂത്ത് ഇതാ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വലയിൽ ഒരു കളർഫുൾ മീനായിരുന്നു. അത് കയ്യിലൊരു പണിയും തന്ന് കൈമുറിയുകയും ചെയ്തു. അപ്പോൾ അടുത്ത് രണ്ടാമത്തെ വല ഇതാ എറിയാൻ പോവുകയാണ്. നല്ല അടിപൊളി ഒരു വട്ടമായിരുന്നു. അപ്പോൾ ഇത് പക്ക് വലയാണ്. അപ്പോൾ മീൻ അടിത്തട്ടിൽ മാത്രമേ കിടക്കത്തുള്ളൂ. സാവധാനം മാത്രമേ വല വലിക്കാൻ പറ്റൂ, എങ്കിലേ മീൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വല പൊങ്ങി വരും. എന്നാലും വല നിറച്ച് മീനാണ് ഫ്രണ്ട്സ്. അപ്പോൾ വല നിറച്ച് മീനാണ്, നമുക്ക് വല നിറച്ച് മീനാണ്. അപ്പോൾ നമുക്ക് പാറക്കെട്ടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് വല കീറാതിരുന്നാൽ കൊള്ളാം. വല നിറയെ മീനെന്നാണ് പറയുന്നത്. ഒരു രക്ഷയുമില്ലാത്ത മീൻ. ഒരു രക്ഷയുമില്ലാത്ത മീനാണ് ഗൈസ്. ഓ, ഒരു കൂട്ടം മീൻ തന്നെ എന്ന് വേണം പറയാൻ. ഒരു രക്ഷയില്ലാത്ത മീനാണ്. രണ്ടെണ്ണം ഓക്കെ ഓക്കെ രണ്ട് വലുത് പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടേണ്ട കിട്ടി. കീറിയാ വലയും കീറി, രണ്ടൊന്ന് മീനും പോയി. എന്നാലും കിട്ടിയത് വലിയ കുഴപ്പമില്ലാത്ത മീൻ, തരക്കേടില്ല. ഏകദേശം നല്ല സൈസ് ഉണ്ട് മീന്. ഇതിന്റെ പേരെന്നൊന്നും പാര, വേളാപ്പാര. ഇതിന്റെ പേരാണ് വേളാപ്പാര. വല എന്നാലും വലയൊക്കെ കീറിയിട്ടുണ്ട്, കണ്ടില്ലേ? എന്തോ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത മീൻ തന്നെയാണിത്. പാര. നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇത് പക്കി പോയില്ലല്ലോ, അത് പെട്ടെന്ന് അങ്ങ് നമ്മൾ തൂക്കിയെടുത്തപ്പം നേരെ മുകളിൽ കിടന്ന മീൻ നേരെ തൂക്കനങ്ങ് താഴെ പോയതാണ്. അയ്യോ 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 പോരല്ലേ. അപ്പോടെ രണ്ടെണ്ണം പോയി. പിന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്, നഷ്ടക്കച്ചവടമാണ് വന്ന. ഈ പാര അതൊന്ന് കാണിച്ച ബക്കറ്റ് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അര ബക്കറ്റായി. ഒരു വലയ്ക്ക് ഇതുവരെ ബക്കറ്റ് അനങ്ങാതിരുന്ന ബക്കറ്റ് ഇപ്പൊ തന്നെ അര ബക്കറ്റായി. പോയി ചാടിക്കോ വലുത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒരു വല കനിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകും. ഒരു വല കനിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ കടൽ മൊത്തം 4 സൈഡും തേരാ പാര തെറ്റിക്കൊണ്ട് നടക്കും.